Hi guys, welcome back to Car Garage. Car Garage വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈസ്റ്ററിന്റെ തിരക്കായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലാസ്റ്റ് വണ്ടി ഡെലിവറി ചെയ്യുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ബാക്കിയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ എർട്ടിഗയുടെ വീഡിയോ അതുപോലെ തന്നെ ആരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 23 കഴിഞ്ഞ് 24ാമത്തെ വ്ളോഗ് നമ്മുടെ വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അതേപോലെ തന്നെ എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണ്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന മാതിരി കോവിഡ് എവിടേക്കും പോയിട്ടില്ല. കോവിഡ് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും മാസ്കും കാര്യങ്ങളും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നടക്കുക. കാരണം എനിക്കിപ്പോൾ ഇന്ന് എന്താ വലിയ കുഴപ്പമില്ല, എന്നാലും തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോഴൊക്കെ. 2 ദിവസം നല്ല രീതിയിലുള്ള പനിയൊക്കെ ആയിരുന്നു, മേലുവേദന, ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കോവിഡ് നമ്മൾ വിട്ട് പോയിട്ടില്ല. പിന്നെ ഈ ആഴ്ച എന്നെ കാണാൻ പറഞ്ഞവർ ഈ ആഴ്ച ഞാൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു 5 days ക്വാറൻറ്റൈൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ടാബ്ലറ്റ്സ് ഉണ്ട് എനിക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ കൊച്ചറിയാലോ 90 days ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് കോവിഡ് പോസിറ്റീവ് ആവണേക്കാളും ഒരു ദിവസം മുമ്പ് വരെ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 23ാമത്തെ വ്ളോഗ് കഴിഞ്ഞിട്ട് 24ാമത്തെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് വർക്ക് അപ്ഡേറ്റ് ആണ്. ദുഃഖ വെള്ളിയാഴ്ചയാണ്, ഉച്ച സമയമായി. ഗാരേജിലേക്ക് പോയിട്ടിരിക്കുക. മറ്റേ വണ്ടി കൊടുത്തേ പറ്റൂ നാളെ. അപ്പം അതിനുള്ള പരിപാടിക്ക് പോകണം കേട്ടോ. ഗാരേജിക്ക് എത്തി. ഗാരേജിക്ക് വരുന്ന വഴിക്ക് നല്ല മഴ പെയ്തു കേട്ടോ. വഴിയിൽ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയോസ് അടിച്ച് ഇറക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ബമ്പറും കാര്യങ്ങളും ഇതല്ല, ബമ്പറും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയുടെ. അപ്പോൾ ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ആഴ്ച വിടാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ നടക്കും തോന്നണില്ല. കാരണം വൈറ്റ് ഇന്നോവയുടെ ഒരു വണ്ടി വാഷിങ്ങിലേക്ക് പോയിട്ടോ, കംപ്ലീറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാഷിങ്ങിലേക്ക് പോയി. ഒരു വണ്ടിയിൽ എത്രത്തോളമായി നിൽക്കുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ടിലെയും കാര്യങ്ങളൊക്കെ ഗ്രില്ലൊക്കെ കണ്ടോ, സെയിം കളറൊക്കെ അടിച്ചിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. സീറ്റുകളും കാര്യങ്ങളെല്ലാം കയറ്റണം. ഇനി ഫ്ലോറ് എപ്പോക്സി അടിച്ചു. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് ഓൾറെഡി ഫ്ലോർ മാറ്റ് ഇട്ട ഇത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എന്തായാലും ഡാമേജ് ആവും. അപ്പോൾ അത് ഫ്ലോർ മാറ്റും വിരിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോക്സി അടിച്ചപ്പോൾ ആ ഒരു ഫ്ലോറിൻ്റെ പണിയടക്കം കഴിഞ്ഞ് ഇപ്പോൾ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അതെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ് ഭായ്. അപ്പോൾ അവിടെ വൈറ്റ് ഇന്നോവ വൈറ്റ് ആക്കിയത്, പേൾ വൈറ്റ് ആക്കിയത് വാഷിങ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വാക്സ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ലാതെ തീരും. അപ്പോൾ ഇത് റെഡി ടു ഡെലിവറി ആയി. കുറച്ച് നേരത്തെ പണിയും കൂടി ഉള്ളൂ. മറ്റേ ഇന്നോവ ഗ്രേ ഇന്നോവ പേൾ വൈറ്റ് ആക്കിയത് ഇവിടെ ഫൈനലായിട്ടുള്ള കുറച്ച് സെറ്റിങ്ങുകളും ഗ്ലാസ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ഒന്ന് വാഷിങ്ങിലിടും കേട്ടോ. ഇനി വണ്ടിയുടെ വാഷിങ് കാര്യങ്ങളൊക്കെ തീരും. ഇതിപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചിലവർക്ക് ആരും കണ്ടിന്യൂറ്റി ചിലപ്പോൾ മനസ്സിലാവില്ല. മുന്നത്തെ വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. മുന്നേ ഞാൻ 3 ദിവസം മുമ്പ് 3 വ്ളോഗ് മുമ്പ് ഇവിടെ ഈസ്റ്ററിൻ്റെ തിരക്കായിട്ട് 3 വണ്ടി ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. 2 വണ്ടി എന്താ ഡെലിവറിയോ, 3ാമത്തെ വണ്ടി വേണമെങ്കിൽ വെച്ചാൽ ഡെലിവറി ചെയ്യാം. പക്ഷെ എന്നാലും കുറച്ച് വാറ്റ്സ് ആപ്ലിക്കേഷനും ബഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എത്തിയോസ് ഡെലിവറി ചെയ്യണില്ല, തിങ്കളാഴ്ച ഡെലിവറി ചെയ്യണുള്ളൂ. ഈ വണ്ടിയും 2 അതായത് ഈ ഇന്നോവയും അതുപോലെ തന്നെ മറ്റേ വൈറ്റ് ഇന്നോവയും 2 വൈറ്റ് ഇന്നോവയും എന്തായാലും നാളെ ഡെലിവറി ആവും, ശനിയാഴ്ച ഡെലിവറി ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്ന്. ഇനിയിപ്പോൾ നാളെ കാലത്ത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ
നമ്മുടെ 2 വണ്ടിയും ഡെലിവറി ആയിട്ടോ. 2 വണ്ടിയും ഡെലിവറി ആയി. കസ്റ്റമർ ഏകദേശം ഒരു 10 മണിയൊക്കെ ആ സമയത്ത് കസ്റ്റമർ എത്തിയെന്ന് തോന്നിട്ടുണ്ട്. 12 മണിക്കാണ് നമ്മുടെ ഡെലിവറി ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 12 മണി സമയത്ത് നമ്മുടെ കാലിബർ പെയിൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിരിക്കും. കാലിബർ മോർണിംഗിൽ അടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിൽ കാലിബർ അടിച്ചത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 12 മണി 1 മണി സമയം 1:30 ആയപ്പോഴേക്കാണ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അത്ര ടൈം നമുക്ക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ക്രിസ്റ്റേഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ അലൈൻ ചെയ്യണമല്ലോ, നേരെ പോകണമെന്നൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു 1 മണി 1:30 നമുക്കല്ലായപ്പോൾ വണ്ടി നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ. ഓക്കെ, ആ വെയിറ്റ് ചെയ്തെന്ന് എൻ്റെ ഒരു ഡിസപ്പോയിൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ സോറി പറയുന്ന കസ്റ്റമറോട്. പക്ഷേ കുഴപ്പമില്ല, അവർ ഇതായിട്ട് തന്നെ പോയത്. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് CarJJ V2ലാണ്. V2ൽ ഒരു ടാക്സി വണ്ടി നമുക്ക് തന്നെ ഡെലിവറി ചെയ്യണത് കണ്ടോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ ഒരു ഫുഡ് ട്രസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡ് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സ്ഥിരം ഫിറ്റ് ചെയ്യണവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഫുഡ് ട്രസ്റ്റൊക്കെ അങ്ങനെ സ്ഥിരം ഫിറ്റിംഗ് അല്ലല്ലോ, ആ കസ്റ്റമറിന് കൊണ്ടുവന്നാൽ ഫിറ്റ് ചെയ്യുള്ളൂ. ഫുഡ് ട്രസ്റ്റ് നമ്മളിവിടെ വെച്ച് കൊടുക്കാറുമില്ല. കാരണം ഈ വണ്ടികളൊക്കെ ടെസ്റ്റിന് പോണ വണ്ടികളാണ്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ അപ്രൂവലിന് പോകേണ്ടതൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അത് വാഷിങ്ങിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി 5 മണി ഡെലിവറി പറഞ്ഞാൽ ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്, അല്ല 3:10 ആയിട്ടുണ്ട് സമയം. അപ്പോൾ 5 മണി ഡെലിവറി എന്തായാലും തരും. ഇപ്പോൾ ഫുഡ് ട്രസ്റ്റ് ഫിറ്റ് ചെയ്താൽ നേരെ വാഷിങ്ങിൽ കൊണ്ടുപോവാണ്. വാഷിങ് കഴിഞ്ഞാൽ വാക്സ് അപ്ലൈയും വിടും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതേ ഇവിടെ വെയിറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പണി തീരട്ടെ. നാളെ ഈസ്റ്ററാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് വീട്ടിൽ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്തും. അത് കഴിയുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങണം. നാളെ ഈസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് ഓർഡറാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വാഷിങ്ങിൽ പോകുമ്പോൾ കാണാം. ഇതാ കേട്ടോ എസ് ഡാ അപ്പോൾ ദുഃഖ ശനിയാഴ്ച പോയ 3 വണ്ടികളും അടിച്ചിരിക്കുന്നത് പേർലോയിട്ടായിരുന്നു കേട്ടോ. 2 വണ്ടി ഒരു സ്ഥലത്തു നിന്ന് വന്ന വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ 2 വണ്ടി അങ്ങനെ ഡെലിവറി നമ്മുടെ V1ൻ്റെ ഡെലിവറി ആയി. അതുപോലെ തന്നെ ഒരു വണ്ടി ടാക്സി വണ്ടി ആയിരുന്നു, അത് നമ്മുടെ V2ന്നും ഡെലിവറി ആയി. എത്തിയോസ് തിങ്കളാഴ്ച വണ്ടി ഡെലിവറി ആയിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല അന്നത്തെ ദിവസം. നമ്മുടെ കൊച്ചിൻ്റെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ഡെലിവറി ആയ കൊച്ചിൻ്റെ മാമോദിസ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൽ ബിസി ആയിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗാരേജിൽ ഇങ്ങനെ മറ്റുള്ള ഗാരേജുകളിൽ പണി ചെയ്തിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് വണ്ടികൾ നമുക്ക് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു വണ്ടി നമ്മുടെ ഈ അടുത്ത് വന്നിട്ടുണ്ട്. അത് കാണിട്ടിട്ട് കളറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ കസ്റ്റമർ ആ ഒരു വണ്ടിയുടെ സൈഡ് സ്കട്ടിങ് കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബോണറ്റിൻ്റെ ക്രോമൊക്കെ സിലിക്കോൺ ഇട്ടിട്ട് ഒട്ടിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് കസ്റ്റമറോട് ആവശ്യപ്പെടുമ്പോൾ, ഞാൻ ഏത് വണ്ടിയെന്ന് പറയാനില്ല, അപ്പോൾ കസ്റ്റമർ കുഴപ്പമില്ലല്ലോ, കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ കസ്റ്റമർ വേണ്ട എൻ്റെ പഴയത് ഏതുണ്ടായി അതെന്നെ സെറ്റ് ചെയ്താൽ മതി എന്ന് പറയണേ. പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ക്രൂ ചെയ്ത് വെച്ച സൈഡ് കട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് റീസെറ്റിങ് ചെയ്യുമ്പോൾ വീണ്ടും സ്ക്രൂ അടിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പേര് മോശമാവണ ഒരു പരിപാടിയാണ് അത്. പക്ഷേ ഇതിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, കസ്റ്റമർ നമ്മളോട് അപ്രൂവൽ തരുന്നില്ല. 2,500 സംതിങ് അങ്ങനത്തെ സൈഡ് കട്ടിങ്ങിന് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്കർട്ട് പോലും വാങ്ങി വയ്ക്കാനുള്ള ഒരു അപ്രൂവൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതന്നെ സെറ്റ് ചെയ്യേണ്ടി വരും.
പക്ഷെ നമ്മൾ പുറത്ത് ആ വണ്ടി കൊണ്ടുപോയി പുറത്ത് ഒരാൾ ചോദിക്കുമ്പോൾ എവിടെ പണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CarJJയുടെ പേര് തന്നെ പറയാം. അപ്പോൾ അത് അപ്രൂവൽ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് അറിയിച്ചെന്നുള്ളൂ. സൈഡ് സ്കേർട്ടിങ് സ്ക്രൂ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തിരുന്നത്. അതപ്പോൾ അത് മാറ്റേണ്ട, അത് തന്നെ ഫിറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പൈസ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമറിനെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബോണറ്റിൻ്റെ ക്രോം 1200 രൂപയുള്ള ബോണറ്റിൻ്റെ ക്രോം, അതും സിൽക്കോം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതടക്കം റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ. പക്ഷെ അതടക്കം അപ്രൂവൽ തരുന്നില്ല. ഫുള്ളായിട്ട് പെയിൻറ്റിങ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പോസിയൊക്കെ അടിച്ച് പെയിൻറ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ മാക്സിമം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഡിക്കി റീപ്ലേസാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഡിക്കി സെക്കൻഡ് ഹാൻഡ് കിട്ടാത്ത കാരണം നമ്മളത് തന്നെ വെച്ച് അതും സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വണ്ടികളും നമ്മളുടെ ഇവിടെ നിന്ന് ഡെലിവറി ആവേണ്ട ഞാൻ ജസ്റ്റ് അറിയിച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ COVID-19 പറ്റി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഇന്ന് ഡേറ്റ് ഇന്ന് 19 ഏപ്രിൽ 19 കേട്ടോ ഡേറ്റ് വരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം അന്നത്തെ ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും